ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളിൽ എത്രത്തോളം പേർ അന്വേഷിച്ചു എന്ന് എനിക്കറിയില്ല. ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനാണ് ഞാൻ വന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 22-ന് ലേറ്റ് ബ്രഹ്മശ്രീ KV ദാമോദരൻ, അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ണി ദാമോദരൻ്റെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ 101-ാം ജന്മവാർഷികം അനുബന്ധിച്ച് ഒരു ഫ്രീ ഡയാലിസിസ് സെൻറ്റർ പെരിങ്ങോട്ടുകരയിൽ ക്ഷേത്രത്തിൻ്റെ കീഴിൽ തുടങ്ങാൻ പോകുന്നു എന്ന് ഞങ്ങൾ അനൗൺസ് ചെയ്തിരുന്നു. ഇതിനുശേഷം അച്ഛൻ്റെ സഹോദരങ്ങളായ KD ദേവദാസ്, വേണുഗോപാൽ, അവരുടെ മക്കളായ പ്രവീൺ, ശ്രീരാഗ്, സ്വാമിനാഥൻ, കാശിനാഥൻ, അവരുടെ ഭാര്യമാരായ രജിത, അനഘ, ചന്ദന, മഹേശ്വരി, വല്യമ്മമാരായ ലളിത, പ്രമീള, മിനി എന്നിവരെല്ലാം കുടുംബത്തിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. ക്ഷേത്രത്തിൻ്റെ മുതൽ അവർ പറഞ്ഞത്, ഞാൻ അങ്ങനെ തന്നെ കോട്ട്സിൽ പറയാണ്, ക്ഷേത്രത്തിൻ്റെ മുതൽ നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. ക്ഷേത്രത്തിൻ്റെ ധനം, ക്ഷേത്രത്തിൽ 1 രൂപ ഭക്തൻ കൊണ്ടിടുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ വിയർപ്പിൻ്റെ വിലയാണ് എന്ന് ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച ഒരു അച്ഛനാണ് ഉണ്ണി ദാമോദരൻ. അതിലൊരു ഭാഗം അവർക്ക് തന്നെ തിരിച്ചു നൽകണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് V. കൃഷ്ണയ്യരുടെ കയ്യിൽ നിന്നും മദർ തെരേസ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിന് കീഴിൽ നടക്കുന്നുണ്ട്. 400ഓളം കുട്ടികളെ പഠിപ്പിക്കുന്ന, സൗജന്യമായി ക്ഷേത്രകലകൾ അഭ്യസിക്കുന്ന ദേവസ്ഥാനം കലാപീഠമുണ്ട്. പ്രളയകാലത്ത് 15ഓളം വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ഉണ്ണി ദാമോദരൻ. അച്ചാച്ചൻ ഇത് അച്ഛനെ ഏൽപ്പിക്കുമ്പോൾ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, ഇതൊരു മഹാക്ഷേത്രമായി ഉയരുമ്പോൾ നമുക്ക് മാത്രമല്ല നമ്മുടെ നാടിനും ജനങ്ങൾക്കും കൂടി അതൊരു ഉപകാരപ്പെടണം. ക്ഷേത്രത്തിന് ധനം കൊണ്ട് മൂർത്തിക്കല്ല, അതിൻ്റെ ഉപകാരം ജനങ്ങളിലേക്കാണ് എത്തേണ്ടത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. ഈ കലഹങ്ങൾ ആരംഭിച്ച് ഡിസംബർ 17-ാം തീയതി പ്രവീണും കൂട്ടരും തൃശ്ശൂർ കോടതിയിൽ ഒരു ഇൻജങ്ഷൻ ഫയൽ ചെയ്തു. എൻ്റെ ഹസ്ബൻഡായ സൂരജിനും അനിയത്തിയുടെ ഹസ്ബൻഡായ അരുണും ക്ഷേത്രം ശ്രീകോവിലിൽ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഇൻജങ്ഷൻ. ഞങ്ങൾ ആ ഇൻജക്ഷൻ കിട്ടിയപ്പോൾ സത്യത്തിൽ ഷോക്കാവാണ് ഉണ്ടായത്. അതുവരെ ഞങ്ങളുടെ തോളിൽ കൈയിട്ട് നടന്നിരുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങൾ 2 പെൺകുട്ടികളാണ്, ഞങ്ങൾ സ്വന്തം സഹോദരന്മാരെ പോലെ കണ്ടിരുന്നവരാണവർ. അതിനുശേഷം അവരുടെ വേറൊരു മുഖമാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങളെ എത്രത്തോളം മെന്റലി ടോർച്ചർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മെന്റലി ടോർച്ചർ ചെയ്തിട്ടുണ്ട് അവർ. അമ്പലത്തില് ദിവസം അന്നദാനമുണ്ട്. ആ അന്നദാനത്തിന് വെച്ചിരുന്ന അരി മോഷ്ടിച്ച് കടയിൽ കൊണ്ട് വിൽക്കുക. കടക്കാരെ ഞാൻ വേണമെങ്കിൽ തരാം, അന്വേഷിക്കാം. ഭണ്ണാരം ചുറ്റിക കൊണ്ട് അടിച്ച് പൊളിച്ച് മോഷ്ടിച്ചു കൊണ്ടുപോവുക. അച്ഛനെ കൊട്ടേഷൻ സംഘത്തിന് വധശ്രമത്തിന് ഏൽപ്പിക്കുക. ഞങ്ങളുടെ മക്കളെ ഉപദ്രവിക്കുക. ചെറിയ മക്കളാണുള്ളത് എനിക്കും അനിയത്തിക്കും. അവരെ ഉപദ്രവിക്കുക തുടങ്ങി കേസുകൾ അവർ ചെയ്യാൻ തുടങ്ങി. ഇതിനെല്ലാം വ്യക്തമായ തെളിവുകളുണ്ട്. ഞാൻ പറയുന്നതൊന്നും പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആരും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനുമുള്ള വ്യക്തമായ തെളിവുകൾ പെൻഡ്രൈവിലടക്കം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ടേബിളിലുണ്ട്, ആവശ്യമുള്ളവർക്ക് എടുക്കാം. ഇതാണ് ഈ പറയുന്ന ആളുകൾ. രജിത, അനഘ, പ്രവീൺ ഈ വ്യാജ പീഡന കേസിലെ മാസ്റ്റർ ബ്രെയിൻ. സ്വാമിനാഥൻ, ചന്ദന, ശ്രീരാഗ്, മഹേശ്വരി, വേണുഗോപാൽ, ദേവദാസ്, കാശിനാഥൻ
ഇവർക്കെതിരെ അന്തിക്കാട് സ്റ്റേഷനിൽ 5ഓളം FIRകളുണ്ട്. അതിൽ ബണ്ണാര മോഷണം, അച്ഛനെ വധിക്കാനുള്ള ശ്രമം, ഞങ്ങളെ ഉപദ്രവിക്കാനുള്ള ശ്രമം, ഞങ്ങളുടെ മക്കളെ ഉപദ്രവിക്കാനുള്ള ശ്രമം, ക്ഷേത്രം ഓഫീസ് തല്ലിപ്പൊളിച്ച് അവിടുത്തെ രജിസ്റ്ററുകളും കാര്യങ്ങളും പ്രിന്ററുകളും നശിപ്പിക്കുക, ഇത് ക്ഷേത്രം ജീവനക്കാരനെ ഉപദ്രവിച്ചതാണ്. അനഘ കൈ കടിച്ചു പൊളിച്ചതാണിത്. ഇത് ബണ്ണാരം മോഷണത്തിന് അവർക്കെതിരെ മൊഴി നൽകിയതിന് എന്നെ ഉപദ്രവിച്ചിട്ട് ഞാൻ ആസ്റ്ററിൽ അഡ്മിറ്റ് ആയതാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നപ്പോൾ ക്ഷേത്രം തന്ത്രിയായ അച്ഛൻ ഇനി ഇത് ഇവിടെ വെച്ച് വാഴിക്കില്ല എന്ന് പറഞ്ഞ് നാട്ടുകാരും ഭക്തരും ചേർന്ന് അവരെ അമ്പലത്തിൽ നിന്നും പുറത്താക്കി. തുടർന്ന് അങ്ങോട്ട് ഞങ്ങളെ ജീവിക്കാൻ അവർ അനുവദിച്ചിട്ടില്ല. ക്ഷേത്രത്തിൽ മെയ് 15, 16 ദിവസങ്ങളിൽ ഉത്സവമായിരുന്നു. ആ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ കലാപം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കും എന്ന് പോലീസിന് ഇൻഫോർമേഷൻ കിട്ടിയതിൻ്റെ പേരിൽ ഈ പറയുന്ന എല്ലാവരെയും പ്രിവെന്റീവ് അറസ്റ്റിൽ ഇരുത്തിയിരുന്നു. അതിനുശേഷം അവർ ഒരു പ്രസ് മീറ്റ് തൃശ്ശൂരിൽ നടത്തി. അതിൽ അവർ ഉന്നയിച്ച ആരോപണം കേരള പോലീസിലെ തൃശ്ശൂർ റൂറൽ SP മുതൽ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടും താഴോട്ടുമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിക്കൊണ്ടാണ് ഞങ്ങൾ അമ്പലം കൈവശം വെച്ചിരിക്കുന്നതെന്നാണ്. ആദ്യമായി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ്. ഈ പറയുന്ന ആരോപണം അവർ തെളിയിച്ചാൽ ഈ അമ്പലം ഞാൻ അവർക്ക് വിട്ടു നൽകാം. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ ഏതെങ്കിലും ഒരാൾക്ക് 1 രൂപയെങ്കിലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് അവർ തെളിയിച്ചാൽ ഈ അമ്പലം ഞങ്ങൾ അവർക്ക് വിട്ടു നൽകാം. കാരണം ഞങ്ങളുടെ അച്ഛന് നൽകിയ അമ്പലം ഞങ്ങൾക്ക് കൈവശം വയ്ക്കുവാനായിട്ട് ആർക്കും കൈക്കൂലി കൊടുക്കുന്നതിന്റെ ആവശ്യകതയില്ല. നീതിയുടെയും ന്യായത്തിന്റെയും വഴിയിലൂടെ ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങൾ പോയിട്ടുള്ളൂ. ഇതൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴും അവർ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ 2 പെൺകുട്ടികളാണ്, ഞങ്ങൾ 6 ആൺപിള്ളേര് ഒരുമ്പെട്ട നിങ്ങൾ എന്ത് ചെയ്യാനാണ്? അവർ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാനും എൻ്റെ അനിയത്തി വിഷ്ണുപ്രിയയും അമ്പലത്തിനും നാട്ടുകാർക്കും ആ ഡയാലിസിസ് സെന്റർ തുടങ്ങാനും വേണ്ടി ഏതറ്റം വരെയും യുദ്ധം ചെയ്യുമെന്നുള്ളത്. അവസാനം അവർക്ക് ക്ഷേത്രത്തിൽ കയറാൻ യാതൊരു മാർഗവും ഇല്ലാതായപ്പോൾ അവര് തൃശ്ശൂർ കോർട്ടിലും ഹൈക്കോർട്ടിലും കേസുകൾ കൊടുത്തിട്ടുണ്ട്. സിവിൽ കേസുകളും മറ്റും 5ഓളം സിവിൽ കേസുകൾ കൊടുത്തിട്ടുണ്ട്. കോടതി അതിൽ ഇതുവരെ കോടതി പോലും ആ കേസുകൾ പരിഗണിച്ചിട്ടില്ല, ഒരു വിധിയും പുറപ്പെടുവിച്ചിട്ടില്ല. അവസാനം നാടകീയമായി ജൂൺ 12-ാം തീയതി കർണാടകയിലെ ബലന്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാർ വന്നിട്ട് അരുണിനെ അറസ്റ്റ് ചെയ്യാണ്. ഒരു FIR ഉണ്ട്. അച്ഛനും അരുണും റേപ്പ് കേസുകളിലെ പ്രതിയാണ്. 1-ാം പ്രതി അരുൺ, 2-ാം പ്രതി ഉണ്ണി ദാമോദരൻ. ഞങ്ങൾ അവരോട് കരഞ്ഞ് കാല് പിടിച്ചു. കാരണം ഫെബ്രുവരി 3-ാം തീയതി മുതൽ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിന്റെ പുറത്ത് പോലീസ് ഔട്ട് പോസ്റ്റ് ഉള്ളതാണ്. അങ്ങനെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് ഇരിക്കുമ്പോൾ അകത്ത് എങ്ങനെയാണ് ഒരു യുവതിയെ പീഡിപ്പിക്കുക? നിങ്ങൾ തന്നെ പറയും. 5ഓളം പോലീസുകാർ ക്ഷേത്രത്തിന്റെ പുറത്ത് രാവും പകലുമുണ്ട്. അവസാനം അവർ പറഞ്ഞു നിങ്ങളുടെ അച്ഛനെ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല, അരുണിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു പറഞ്ഞ് അരുണിനെ കൊണ്ടുപോയി. ഒപ്പം ഞാനും നമ്മുടെ 2 കുടുംബ സുഹൃത്തുക്കളും ചേർന്ന് കാറിൽ പോയി. ഞങ്ങൾ അവിടെ എത്തുന്നത് ഏകദേശം പുലർച്ചെയായി. അവിടെ ചെന്നതിന് ശേഷമാണ് വളരെ നാടകീയമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉണ്ടായത്. അവിടെ ചെന്ന് എനിക്ക് CI ബലന്തൂർ സ്റ്റേഷനിലെ CI കുറച്ച് ഫയൽസ് കാണിച്ചു തന്നു, ചാറ്റ് ഫയൽസ്. അത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഹണി ട്രാപ്പ് ആണെന്നുള്ളത്. കാരണം അവന്റെ ചാറ്റ് മാത്രമുണ്ട്, ഈ ലേഡിയുടെ ചാറ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് കിട്ടിയ ആ ചാറ്റ് സ്ക്രീൻഷോട്ടിൽ പരിശോധിച്ചാൽ അറിയാം. മാർച്ച് 11, പിന്നെ ഡേറ്റ് മാർച്ച് 12, പിന്നെ ഡേറ്റ് മാർച്ച് 11. ഇതിന്റെ ഇടയിലുള്ള ചാറ്റുകൾ എവിടെ പോയി? നിങ്ങൾ അന്വേഷിക്കണം. അത് കഴിഞ്ഞിട്ട് അവർ എന്നെയും അരുണേനെയും CIയുടെ റൂമിൽ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു അച്ഛനെ നാളെ ഉച്ചയാവുമ്പോഴേക്ക് ഇവിടെ എത്തിക്കണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. കന്നഡ ലാംഗ്വേജ് എനിക്കറിയില്ല, എനിക്കറിയാവുന്നത് അവർക്ക് അറിയാവുന്നതുമായ ഭാഷയിലാണ് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു.
കാരണം അങ്ങനെ ഒരു മെന്റൽ സ്റ്റേറ്റിലായിരുന്നു നമ്മൾ. അപ്പോൾ അവർ പറഞ്ഞു, എന്നെ അപ്പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, അച്ഛനെ ഞങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കി തരാം. അച്ഛൻ ഇതിൽ പ്രതിയല്ലെന്ന് വിക്ടിമിനും ഉറപ്പാണ്, വിക്ടിമിനും അറിയാം. ഇത് നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടിയുടെ കളിയാണ്. അച്ഛനെ ഇതിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ 2 കോടി രൂപ തരണമെന്ന്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ആരെയാണ് വിളിക്കേണ്ടത്? ഞാൻ അവിടെ നിന്ന് അലറി കരയാണ് ചെയ്തത്. ആരെയാണ് സഹായത്തിന് വിളിക്കേണ്ടതെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ ഹോട്ടൽ റൂമിൽ ഇരുന്ന് അലറി കരഞ്ഞു. അപ്പോൾ നമ്മുടെ 2 സുഹൃത്തുക്കൾ അവിടെ ഉണ്ട്. അവരെന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി അവരൊരു ജീപ്പിൽ വനിതാ പോലീസുമായിട്ട് പുറപ്പെട്ടിട്ടുണ്ട്, ചേച്ചീനെ എടുക്കാനാണോ എന്നറിയില്ല. അവർ വന്ന് നേരെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. നമ്മുടെ സുഹൃത്തുക്കൾ വന്ന് രാത്രി ഞാൻ ബാംഗ്ലൂർ കാറിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ഹോട്ടലിൽ നിൽക്കാൻ എനിക്ക് പേടി, അവരെന്നെ കൊണ്ടുപോകുന്നു. ഞാൻ നേരെ അനിയത്തിനെ വിളിച്ചു പറഞ്ഞു, നമുക്കറിയില്ല പോലീസിൻ്റെ ഇത് എന്താണ്, ഇവരെ തമ്മിലുള്ള ഡീൽ എന്താണെന്ന് നമുക്കറിയില്ല. അനിയത്തിനെ വിളിച്ചു പറഞ്ഞു, അമ്മേനെയും മക്കളെയും കൊണ്ട് അവിടെ നിന്ന് മാറിക്കോന്ന് പറഞ്ഞു. കാരണം അവർ പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ നാട്ടിൽ പോകണം, അവരെ കൊണ്ടുവരണം, എങ്ങനെ അവർക്ക് അച്ഛനെ ഇവിടെ എത്തിക്കണം, അതാണ് അവർ തമ്മിലുള്ള ഡീല്. അനിയത്തി, എൻ്റെ മകനും മകളും ഉണ്ട്. മോൾക്ക് ചെറിയ മോളാണ് 7 വയസ്സ്, മകന് 11 വയസ്സ്, അനിയത്തിയുടെ മകനുണ്ട് 9 വയസ്സ്. കരഞ്ഞ് തളർന്ന അമ്മയെയും 3 കുട്ടികളെയും കൊണ്ട് രാത്രിക്ക് അവൾ വണ്ടി എടുത്ത് എങ്ങോട്ടൊന്നുമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ അച്ഛൻ എവിടെയാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. അച്ഛനെ കാണാണ്ട് കരഞ്ഞ് തളർന്ന ഒരമ്മ എൻ്റെ വീട്ടിലുണ്ട്. നാട്ടുകാർ മുഴുവൻ അറിയാം, ഒരു നാട്, ഒരു ജനത മുഴുവൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കരഞ്ഞിരുന്നോണ്ട് കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ പിന്നിലൊന്ന് അന്വേഷിച്ചു. എന്നോട് പല സുഹൃത്തുക്കളും പറഞ്ഞു, പ്രവീൺ മാർത്തഹള്ളി കോരമംഗലം ഭാഗത്ത് പ്രവീണിനെ പല ദിവസങ്ങളിലായി 4 മാസങ്ങളിൽ കണ്ടിട്ടുണ്ടെന്ന്. ഈ സ്ത്രീയുടെ വിക്ടിമിന്റെ ജൂറിസ്ഡിക്ഷൻ വരുന്നത് കോരമംഗലമാണ്, JJ കോർട്ട്. ഞാൻ ഇന്നലെ ഇവിടെ മുഖ്യമന്ത്രിയുടെ പോർട്ടൽ, അന്തിക്കാട് തൃശ്ശൂർ DIG, ഇരിങ്ങാലക്കുട റൂറൽ, അവിടെയൊക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എനിക്കിതിന്റെ സത്യാവസ്ഥ കൊണ്ടുവരണം, പുറത്തു കൊണ്ടുവരണം. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ സ്ത്രീ ഇങ്ങോട്ട് വന്ന കാറിന്റെ നമ്പർ ഫേക്കാണ്. ഞാൻ പരിശോധിച്ചു. ഇവർ അമ്പലത്തിൽ ഈ ഇഷ്യൂസ് ഒക്കെ നടന്നത് കാരണം അമ്പലത്തിനകത്തും പുറത്തും ക്യാമറകളുണ്ട്. അമ്പലത്തിനുള്ളിൽ ഒരു സ്പോട്ട് പോലും ക്യാമറയിൽ പെടാതെ പോകില്ല. ഞങ്ങൾ അത് മുഴുവൻ പരിശോധിച്ചു. ഈ സ്ത്രീ പുറത്ത് വന്ന് ഇറങ്ങി, അവർ 4 സ്ത്രീകളുണ്ടായിരുന്നു. 3 സ്ത്രീകൾ അകത്ത് കയറി, ഒരു സ്ത്രീ പുറത്തിരുന്നു. എന്നിട്ട് അവരകത്ത് കയറി വെറുതെ വലം വെച്ച് ചിരിച്ച് നടന്നു, ഫോട്ടോസ് എടുത്തു, പോയി. ഇത്രയാണ് അവിടെ നടന്നിട്ടുള്ളത്. അതിൻ്റെ തെളിവുകൾ ഞാൻ പെൻഡ്രൈവിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം. ഞാനിത് അവിടെ അന്വേഷിച്ചു, നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവർ വഴി അന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഞാൻ അറിഞ്ഞത്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു റാക്കറ്റ് തന്നെയുണ്ട്. അതിൽ പല ഉന്നത ഉദ്യോഗസ്ഥരും പെട്ടുപോയിട്ടുണ്ട് ഹണി ട്രാപ്പിൽ. കേരളത്തിലെ പോലീസിനോട് എനിക്ക് ഒരേ ഒരു അപേക്ഷയേ ഉള്ളൂ, ഇതിന് പിന്നിലെ സത്യം കണ്ടുപിടിക്കണം. വേറെ എന്തിനു വേണ്ടിയല്ല. ഞാൻ ഈ ഇഷ്യൂ തുടങ്ങി അന്തിക്കാട് സ്റ്റേഷനിൽ അജിത് സാറിന്റെ മുന്നിൽ, SI ആയിരുന്ന അജിത് സാറിന് മുന്നിൽ ചെന്നിരുന്ന എൻ്റെ അച്ഛന് വേണ്ടി സംസാരിച്ചപ്പോൾ അന്ന് അവരെ വിളിപ്പിച്ചിരുന്നു. ദേവദാസ് എന്നോട് അലറിയത്, അത് പറഞ്ഞത് അതേ കോട്ട്സിൽ ഞാൻ പറയുകയാണ്, നീ പെണ്ണാണ്, നീ ഇവിടെ വന്നിരുന്ന് ചിലക്കേണ്ട എന്നാണ്. ഞങ്ങൾ 2 പെൺകുട്ടികളാണ്, സമ്മതിച്ചു എന്ന് വെച്ച് ഒരച്ഛന്റെ അഭിമാനം ആണിനും പെണ്ണിനും ഒരേപോലെയാണ്. ഈ നൽകിയ പരാതി, അതായത് പീഡന പരാതി തന്റെ അച്ഛനെതിരെയും അതുപോലെ ബ്രദർ ലോയ്ക്കെതിരെയും നൽകിയിട്ടുള്ള പീഡന പരാതിക്കെതിരെയാണ്. അതിനുള്ള തെളിവുകൾ നിരത്തിത്തരെയാണ് ഉണ്ണിമായ മാധ്യമങ്ങളെ കണ്ടത്. അങ്ങനെയാണ്. അത് മാത്രമല്ല, ഇത് കുടുംബപരമായി സാമ്പത്തിക തർക്കം നിലനിൽക്കുന്നുണ്ട്. അച്ഛന്റെ സഹോദരനും അദ്ദേഹത്തിന്റെ കുടുംബവും നിരന്തരം ഇവരെ ഉപദ്രവിക്കുന്ന തെളിവുണ്ട്. 5 FIRകൾ അവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ആ കേസ്
നടക്കുന്നതുമാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ, അതായത് പൂർണ്ണമായും സിവിൽ കേസായി മാറാവുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ക്രിമിനൽ കേസായി മാറിയിരിക്കുന്നത്. അത് ഈ അച്ഛൻ്റെ സഹോദരൻ്റെ മകൻ പ്രവീണാണ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്നാണ് ഉണ്ണിമായ നമ്മളോട് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളുമായാണ് ഇന്ന് ഉണ്ണിമായ മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത്. ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉണ്ണിമായ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തമാക്കി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെയാണ്. മാത്രമല്ല ഈ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് പെരിങ്ങോട്ടുമഠം ദേവസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരിലാണ് അതിൻ്റെ വില്ലുള്ളത്. ഇവർക്ക് 2 പെൺമക്കളാണുള്ളത്. അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സാമ്പത്തിക തർക്കമാണ് ഇത്ര വലിയ ഒരു കേസിലേക്ക് അച്ഛനെയും അതുപോലെ സഹോദരി ഭർത്താവിനെയും കൊടുക്കാനുണ്ടായ കാരണമെന്ന് ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് ഉണ്ണിമായ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. അങ്ങനെയാണ്. എന്തായാലും നമ്മോടൊപ്പം ചേരുകയാണ്. നമുക്ക് കൂടുതൽ ഉണ്ണിമായയ്ക്ക് തന്നെ കൂടുതൽ പറയാനുണ്ടാകും. ഒരു പക്ഷേ നേരത്തെ നമ്മളോട് പ്രസ് മീറ്റിൽ പറഞ്ഞതിനേക്കാൾ ഉപരി ഉണ്ണിമായയ്ക്ക് പറയാനുണ്ടാവും. ഉണ്ണിമായ അതിനുള്ള കൃത്യമായ തെളിവുകളൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് തന്നെയാണ് മാധ്യമങ്ങളെ കാണുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. ഉണ്ണിമായയോട് ചോദിക്കാനുള്ളത്, ഈ ഒരു സാഹചര്യത്തിൽ, അതായത് അച്ഛൻ്റെ മകൾ എന്നുള്ള വൈകാരിക നിലപാടിനപ്പുറം ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം കേസുകളുമായും പ്രശ്നങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് നിരന്തരം ഇടപെടുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെയുള്ളപ്പോൾ ഇത്ര വലിയ ഒരു കേസിലേക്ക്, അതായത് ക്രിമിനൽ കേസിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് എങ്ങനെയെന്നാണ് പറയാനുള്ളത്? അവർ ആദ്യം ഇൻജങ്ഷൻ കൊണ്ടുവരികയാണ് ഉണ്ടായത്, അരുണും സൂരജ് എൻ്റെ ഹസ്ബൻഡിനും എതിരെയായിട്ട്. അതിനുശേഷം അവർ 6 ആണുങ്ങളും പെണ്ണുങ്ങളും അവർ ഒറ്റക്കെട്ടായി നിന്നാൽ അറിയാലോ. ഞങ്ങൾ അച്ഛനും 2 പെൺകുട്ടികളാണുള്ളത്. അരുണ് ദുബായിൽ ബിസിനസ് ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് പൈലറ്റ് ട്രെയിനിങ്ങിന് ബാങ്കോക്കിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനും അച്ഛനും അമ്മയും അനിയത്തി വിഷ്ണുപ്രിയ ഒരു അച്ഛൻ്റെ മകൾ എന്ന നിലയിൽ മാത്രമല്ല, അവളുടെ ചേച്ചി എന്ന നിലയിൽ അവളുടെ പൂർണ്ണ പിന്തുണയോടെ എൻ്റെ ഭർത്താവിനെ ഹണി ട്രാപ്പിൽ കുടുക്കിയത് ആരൊക്കെയാണ്, അതിൻ്റെ പിന്നിലുള്ള കോൺസ്പിറസി എന്താണ് എന്ന് അവൾക്ക് പുറത്തു കൊണ്ടുവരണമെന്ന് അവൾ നിശ്ചയദാർഢ്യം എടുത്തതിൻ്റെ ഇതിൽ കൂടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അവർ അമ്പലത്തിൽ കയറിയിട്ട് ഞങ്ങളുടെ കുട്ടികളെ ഉപദ്രവിക്കുക, ഞങ്ങളെ മെൻ്റലി ടോർച്ചർ ചെയ്യുക, ഭണ്ണാരം മോഷ്ടിക്കുക. അങ്ങനെ ആദ്യത്തെ FIR നമ്പർ 25 ജനുവരിയിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അവിടെ നിന്നാണ് അത് ക്രിമിനൽ കേസിലേക്ക് മാറുന്നത്. ഈ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ ഉണ്ണിമായ ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ മാർച്ച് മാസം മുതലുണ്ടായ ചാറ്റാണ്. എന്തുകൊണ്ടായിരിക്കാം ഇത്രയും കാലം അരുണിനെതിരെ പരാതി നൽകാൻ ഇത്രയും കാലം താമസിച്ചിട്ടുണ്ടാവുക? അതിനൊരു കാര്യമുണ്ട്. ഈ ഭണ്ണാരം മോഷണം തുടങ്ങിയ 5 FIRകളിൽ അന്വേഷണം നടത്തി അവരെ അറസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റേജിലെത്തിയപ്പോഴാണ് ഇവിടെ ബാംഗ്ലൂർ FIR രജിസ്റ്റർ ചെയ്യുന്നത് മെയ് 29. പ്രവീണും കൂട്ടരെയും ഭണ്ണാരമോഷണത്തിനുള്ള അന്വേഷണം പൂർത്തിയാക്കി അറസ്റ്റ് ചെയ്യാൻ പോകാവുന്ന ഒരു സാഹചര്യം എത്തിയപ്പോഴാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതായത് ഉഭയസമ്മതത്തോടുള്ള ഒരു ബന്ധമായിരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ പീഡനത്തിനാണ്, റേപ്പിനാണ് കേസ് എടുത്തിട്ടുള്ളത്. അത് ഏത് സാഹചര്യം, പ്രത്യേകിച്ച് ഉണ്ണിമായുടെ അച്ഛനെതിരെ കേസുണ്ട്, പരാതിയുണ്ട്, FIRൽ പരാതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ബ്രദർ ലോയിനെതിരെയും പരാതിയുണ്ട്. ആ സാഹചര്യത്തിലാണ് അരുൺ അറസ്റ്റിലാവുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ചെയ്യുമ്പോൾ ഇത് ഹണി ട്രാപ്പ് ആണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തതയുണ്ട്? ഉണ്ട്. കാരണം ആ കാണിച്ച ചാറ്റ് അല്ലാതെ അവരുടെ കയ്യിൽ യാതൊരു വീഡിയോകളോ കാര്യങ്ങളോ ഇല്ല. ഈ പോലീസ് 2 കോടി രൂപ ആവശ്യപ്പെട്ടു എന്നൊരു സാഹചര്യം വന്നിരുന്നല്ലോ. അത് ഏത് സാഹചര്യത്തിലാണ്? ഉണ്ണിമയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യാതിരിക്കാനാണോ അതോ കേസ് ഇല്ലാതാക്കാനാണോ? അച്ഛനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ. കാരണം അവിടെ നിന്ന് ഇവിടെ വന്ന സംഘത്തിന് അമ്പലവും കാര്യങ്ങളും കണ്ടപ്പോൾ മനസ്സിലായി അച്ഛൻ എന്താണ് എന്നുള്ളത് മനസ്സിലായി. അതപ്പോൾ അച്ഛൻ അവിടെ നിർത്തിയിട്ട് പോവുക ചെയ്തത്. എന്നിട്ടാണ് ഇത് ആവശ്യപ്പെട്ടത് എന്നോട്. ഡയാലിസിസ് സെന്ററിന്റെ കാര്യം പറഞ്ഞിരുന്നോ? ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണോ ഇത്ര വലിയൊരു ഇതിലേക്ക് വന്നത്, ഗൂഢാലോചനയിലേക്ക് വന്നത്? അങ്ങനെയാണോ? അതെ. ഡയാലിസിസ് സെന്റർ ഈ ജനുവരിയിൽ ഇനോഗ്രേഷൻ നടക്കേണ്ടതായിരുന്നു. പണിയെല്ലാം കഴിഞ്ഞ് എക്യുപ്മെന്റ്സ് ഇറക്കാൻ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അന്ന് തൊട്ടേ അവർ പ്ലാൻഡ് ആണ് ഇതിന്. ഈ സാമ്പത്തിക തർക്കം എങ്ങനെ തുടങ്ങിയതാണ്? സാമ്പത്തിക തർക്കം അച്ഛൻ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരാളാണ്. അവരെ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന അച്ഛൻ നൽകുന്നത് കുറഞ്ഞു പോകുമോ, കൂടുതൽ ചാരിറ്റിയിലേക്ക് പണം നൽകുമോ? അതുമാത്രമല്ല
തൃശ്ശൂരുള്ള 1000 കുടുംബങ്ങൾക്ക് മാസം 1000 രൂപ വീതം പെൻഷൻ പദ്ധതിയും അനൗൺസ് ചെയ്തിരുന്നു. അച്ചാച്ചൻ്റെ 101ാം പിറന്നാൾ ആഘോഷം പ്രമാണിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന ചാരിറ്റിയാണ് അച്ഛൻ അനൗൺസ് ചെയ്തിരുന്നത്. അത് അവർ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കിയതിനെ തുടർന്ന് അത് നിർത്തിവെച്ചു. ഈ ഗ്രാൻഡ് ഫാദർ വില്ലെഴുതിയത് അച്ഛൻ്റെ പേർക്കാണോ? അങ്ങനെ ഒരു സാഹചര്യം എന്തായിരുന്നു? അച്ഛൻ്റെ പേർക്ക് വില്ലെഴുതി അമ്പലത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അച്ഛനെ ഏൽപ്പിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? അച്ഛനാണ് അച്ചാച്ചൻ്റെ കൂടെ നിന്ന് അമ്പലം നോക്കി ഉണ്ടാക്കിയതും വളർത്തി വലുതാക്കിയതും എല്ലാം അച്ഛനാണ്. അതുകൊണ്ടാണ് സുരക്ഷിതമായിരിക്കുമെന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് അച്ചാച്ചൻ എല്ലാതും അച്ഛനെ ഏൽപ്പിച്ചത്. ഇതിന്റെ പേരിൽ അതായത് ഈ പ്രവീൺ അതായത് ചെറുമക്കളായ ശേഷമാണോ ഇങ്ങനത്തെ ഒരു തർക്കത്തിലേക്ക് പോയത്, അതോ നേരത്തെ തന്നെ അച്ഛൻ്റെ പേര് ഉണ്ണി ദാമോദരൻ എന്നാണ്, അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് പറഞ്ഞു? വേണുഗോപാൽ ദേവദാസ്. ഇവരും ഈ വേണുഗോപാലും ദേവദാസും അതായത് ഇവരുടെ ഈ ഫാമിലി ആകുന്നതിന് മുൻപേ അല്ലെങ്കിൽ ഫാമിലി ആയിരുന്ന ഒരു കാലഘട്ടത്തിലോ തന്നെ ഇത്തരം തർക്കം ഉന്നയിച്ച് വന്നിട്ടുണ്ടോ സാമ്പത്തിക? ഇവർ മക്കളൊക്കെ വലുതായി പ്രാപ്തിയായതിനു ശേഷമാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. പ്രവീണിന്റെ പെൺസുഹൃത്താണ് ഈ പരാതിക്ക് പിന്നിലെന്ന് പറയുന്നുണ്ട്. അതായത് ഈ അരുണിനെതിരെ നൽകിയ പീഡന പരാതി നൽകിയത് പ്രവീണിന്റെ പെൺസുഹൃത്താണ്. അങ്ങനെയെങ്കിൽ ആ പെൺസുഹൃത്ത് അമ്പലത്തിൽ എത്താനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? അവരോട് പൂജകൾ വല്ലതും നടത്തിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ അവർ ഈ പറയുന്ന കുടുംബപരമായ അവരുടെ കുറച്ച് പ്രശ്നങ്ങൾ കാരണമാണ് അവർ ഇത് ദേവസ്ഥാനം തേടി എത്തിയത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശരിയായി അതായത് അവരവിടെ വന്നിട്ടുണ്ടോ, അവിടെ പൂജകൾ നടത്തിയിട്ടുണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അവർ അവിടെ കാറിൽ വന്ന് ഇറങ്ങുന്നത് തൊട്ട് അമ്പലത്തിൽ കയറുന്നത്, അമ്പലത്തിന് ചുറ്റും നടക്കുന്നത്, അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്, പുറത്ത് കിടക്കുന്നത്, അതെല്ലാം ഈ പെൻഡ്രൈവിലുണ്ട്. അവരവിടെ ഒരു പൂജയും നടത്തിയിട്ടില്ല. അപ്പോൾ അവർ വന്നത് ഇത്തരം ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. അതെ, അവർ വന്ന കാർ നമ്പർ ഫേക്കാണ്. കാർ നമ്പർ ഫേക്ക് ആണെന്നുള്ള കാര്യത്തിൽ ഉണ്ണിമായ്ക്ക് ഉറപ്പുണ്ട്, അന്വേഷണം നടത്തിയിരുന്നു. അതെ അതെ. ഇപ്പം ഇത്തരം സാഹചര്യം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം അച്ഛൻ്റെ സ്ഥിതി എന്താണ്? കാരണം അച്ഛനെ കർണാടക പോലീസ് തിരയുന്നുണ്ട്, അവർക്ക് കണ്ടെത്താനായിട്ടില്ല എന്നൊരു ഇതാണല്ലോ, മെസ്സേജ് ആണല്ലോ ലഭിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്താണ് അച്ഛൻ്റെ സ്ഥിതി? എന്താണ് അച്ഛനെ പറ്റി എന്താണ് പറയാനുള്ളത്? അച്ഛൻ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ? അച്ഛനെ മിസ്സിംഗ് ആണെന്നോ അങ്ങനെ എന്തെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒരു വാക്ക് നൽകിയിട്ടുണ്ട്. അച്ഛൻ്റെ അഭിമാനം നേടിയെടുത്തിട്ട്